എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. അതിൻ്റെ മുഖപുരയും വിഷയത്തിൻ്റെ അല്പമായ വിശദീകരണവും തരികയുണ്ടായി. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. വിഷയവുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. നാം പറഞ്ഞു പഠിച്ച അല്ലെങ്കിൽ നാം സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ബൈബിളിലെ വചനം. ഇന്ത്യയിൽ പറയും പരമേശ്വർക്ക് വചനം, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും വേർഡ് ഓഫ് ഗോഡ്. ബൈബിളിലെ വചനമല്ല, മറിച്ച് ബൈബിൾ വചനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായി. അങ്ങനെയെങ്കിൽ വചനം ദൈവമാണ്, ദൈവം യേശുവാണ്. അതുകൊണ്ട് വചനം യേശുവാണ്. വേർഡ് ഈസ് ഗോഡ്, ഗോഡ് ഈസ് ജീസസ്. therefore വേർഡ് ഈസ് ജീസസ്. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി പ്രസ്താവിക്കുന്ന ബൈബിളിനെ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഒരു വാക്യം കൂടി വായിക്കും. 2 തിമോത്തി 2:8-9 വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ പറഞ്ഞ 2 വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവാണ് വചനം, യേശുക്രിസ്തുവാണ് സുവിശേഷം. ഇത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. തിരികെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. സഭ എന്താണെന്ന് മനസ്സിലാക്കാൻ 1-2 വാക്യങ്ങൾ വായിക്കും. വളരെ ശ്രദ്ധയോടെ ഇരുന്നില്ല എങ്കിൽ ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസം. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിനു മുമ്പുള്ള 7 ആത്മാക്കളുടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, വെളിപ്പാട് 1:4 വായിച്ചു, ഇരിക്കുന്നവനും ഇരുന്നവനും ഇനി വരുന്നവനുമായവൻ. ഇതിൽ 3 കാലങ്ങളെ പറ്റിയാണ് പറയുന്നത്: വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു ഉസ്കി ഓർ സെ ജോ ഹൈ ഓർ ജോ ഥാ ഓർ ജോ ആനെ വാല ഹൈ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു വിച്ച് ഈസ് പ്രസന്റ് ടെൻസ്, വിച്ച് വാസ് പാസ്റ്റ് ടെൻസ്, ആൻഡ് കം വിച്ച് ഈസ് ടു കം ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ 3 ഭാഷകളിലും ശ്രദ്ധിച്ചാൽ 3 കാലങ്ങളിലും യേശുവിനെ കാണാം. അതായത് യേശുക്രിസ്തു ഓംനി പ്രസൻസ് ആണ്, സർവവ്യാപിത്വം ഉള്ളവനാണ്. ഇനിയും 2ാമത് വായിച്ച വചനം നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1:11. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇവിടെ ശ്രദ്ധിച്ചാൽ 2 കാലങ്ങൾ മാത്രം കാണും. യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ, അതായത് പാസ്റ്റ് ടെൻസ്. അവൻ വീണ്ടും വരും, ഫ്യൂച്ചർ ടെൻസ്.
അതായത് ഭൂതകാലവും പറഞ്ഞു, ഭാവി കാലവും പറഞ്ഞു. സ്വർഗത്തിലേക്ക് പോയി, അതായത് ഭൂതകാലം. ഭാവി കാലവും അവൻ വീണ്ടും വരും. ഇവിടെ വർത്തമാനകാലം ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ഇതിനോട് ചേർന്ന് മറ്റൊരു വചനവും കൂടി വായിക്കാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. എന്റെ പിതാവിന്റെ ആലയത്തിൽ നിരവധി വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ തിരികെ വന്ന് എന്നോടുകൂടെ ഇരിപ്പാൻ നിങ്ങളെ എടുത്തുകൊള്ളും. വചനത്തിൽ പറയുന്നു, ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു. നമുക്ക് എവർക്കും അറിയാം, യേശു പോയി കഴിഞ്ഞു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പലർക്കും വെളിപ്പെടുത്തിയ ശേഷം തൻ്റെ അരുമ ശിഷ്യന്മാർ നോക്കി നിൽക്കവേ സ്വർഗാരോഹണം ചെയ്തു. ഇതും പാസ്റ്റ് ടെൻസാണ്. സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് ഫ്യൂച്ചർ ടെൻസാണ്. ഇവിടെയും ശ്രദ്ധിച്ചാൽ 2 കാലങ്ങൾ മാത്രം കാണാം. ഇവിടെ വർത്തമാനകാലം ഇല്ല. എന്തുകൊണ്ട്? ഈ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാനകാലം ആണ് ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ എക്ലേഷ്യ. ഒരു വചനം വായിക്കുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ചിലരൊക്കെ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, യേശുവിൻ്റെ കാൽവരി മരണം പാപികളുടെ രക്ഷയ്ക്കു വേണ്ടിയും രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടിയുമാണെന്ന്. രക്ഷയും സൗഖ്യവും വിടുതലും രോഗസൗഖ്യവും ഒക്കെ യേശുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ യേശുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭ എങ്ങനെയുള്ളതായിരിക്കണം? അതിൽ കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ ഇരിക്കണം. അത് കൂടാതെ ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കണം. എന്തുകൊണ്ടാണ് കർത്താവായ യേശു കാൽവറിയിൽ ബലിയായത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഉള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയിൽ ബലിയായത്. ഇതുപോലുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ഇതുപോലെയുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത്. ഇതുപോലുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഇതുപോലുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. ഇതുപോലുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു പിതാവാം ദൈവത്തിന്റെ അടുത്ത് ഒരു ഭവനം ഒരുക്കുന്നത്. ഇതുപോലുള്ള ഒരു സഭയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുന്നത്. യേശുവിൻ്റെ കാൽവരി മരണവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉദ്ദേശം കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു സഭയാണ്. അങ്ങനെയുള്ള സഭയെ അന്വേഷിക്കുക, അങ്ങനെയുള്ള സഭയിൽ ചേരുക, ആ സഭയിൽ തുടരുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പെന്തക്കോസ്തുകാരനെന്ന് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുന്നവരുണ്ട്. ഞാൻ IPC-കാരനാണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡുകാരനാണ്, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡുകാരനാണ്, ഞാൻ ഷാരോൺ ചർച്ചുകാരനാണ്, ഞാൻ TPM-കാരനാണ്. അങ്ങനെ പലതും പറഞ്ഞ് അഹങ്കരിക്കുന്നു. അവർ വിചാരിക്കുന്നത് അവർ സഭയ്ക്കകത്താണെന്നാണ്.
അങ്ങനെ വിചാരിക്കുന്നവർ അവരുടെ ജീവിതശൈലിക്ക് മഹത്വം കൊടുക്കാതെ അലസതയോടെ നടക്കുന്നവർ. അവർ മനസ്സിൽ വിചാരിക്കുന്നത് അവർ നേരെ സ്വർഗത്തിൽ എത്തുമെന്നാണ്. കുറച്ച് വാക്യങ്ങൾ വായിക്കും. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രവും, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടും. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകും. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ വിശദീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.